പടം നല്ല അടിപൊളിയാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു കോർട്ട് റൂം ഡ്രാമയാണ് തുടക്കുന്ന അവസാനം വരെ. ഇപ്പോൾ നമ്മൾ ജനഗണമനയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഭയങ്കര രോമാഞ്ചം സീനുകൾ. അതൊരു കോടതിയിൽ നടക്കില്ല, അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വെർഷനാണ്. പിന്നെ മറ്റേ ഡയലോഗ് പറഞ്ഞ മാതിരി ലാലേട്ടനെ കണ്ടടാ, പഴയ ലാലേട്ടനെ കണ്ടടാന്ന് മാതിരി ലാലേട്ടനെ പ്രിയമണിയുണ്ട്. പ്രത്യേകിച്ച് പറയാനായിട്ട് മോഹൻലാൽ സിദ്ദിഖിൻ്റെ ഒരു കോംബോ ആയിരുന്നു. സിദ്ദിഖിൻ്റെ വില്ലനീസമൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല, ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ആരാണ് പ്രതി എന്ന് മനസ്സിലാവും. പടം നല്ല അടിപൊളിയാണ്. ടെസ്റ്റുകളൊന്നും ഇല്ല, കാരണം ദൃശ്യത്തിലൊരു ഇൻസിഡൻറ്റ് ഒരു കോർട്ടിൽ വന്ന് എങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല പടത്തിനെ പറ്റി. ലാലേട്ടൻ്റെ തിരിച്ചുവരവും പിന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പുള്ളിക്ക് എവിടെ നിന്ന് ഇത്ര ഐഡിയസ് ഇടുന്ന അറിയാൻ പറ്റില്ല, ഇത്രയും ക്രിമിനൽ ചിന്താഗതിയിൽ. പടം അത് ഞാൻ പറയാം, ജനഗണമനയിലൊക്കെ നമുക്ക് കുറേ റോമാഞ്ചിഫിക്കേഷൻ സീനുകളായിരുന്നല്ലോ, അതൊരിക്കലും കോടതിയിൽ നടക്കില്ല. അങ്ങനെ ഒരു ജഡ്ജിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള വെർഷനാണ് ഇതിനകത്ത്. ലാലേട്ടൻ്റെ തിരിച്ചുവരവ് കിട്ടിയില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വോയിസ് മോഡുലേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ റിയാക്ഷൻസ് ലാലേട്ടൻ കൊടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് സിനിമയിൽ. ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഫുള്ളായി സന്തോഷത്തോടെ ഇറങ്ങി വന്നത് ഇന്നാണ്, 4 വർഷത്തിന് ശേഷം. അപ്പോൾ ലാലേട്ടൻ്റെ നേരെന്ന് പറഞ്ഞ സിനിമ കണ്ടു. നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഗംഭീര ഡയറക്ഷനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ലാലേട്ടനൊപ്പം പൊരുതുന്ന നമ്മുടെ സിദ്ദിഖിക്കൊക്കെ മത്സരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പ്രിയാമണി മാഡമായിക്കോട്ടെ, നമ്മുടെ മിസ്റ്റർ ഫ്രോഡിന് ശേഷം ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരാണ് പ്രിയാമണി മാഡമായിട്ടുള്ള. അപ്പോൾ ഗംഭീര ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ഒരു വക്കീലായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടും ഗാംഭീര്യത കൊണ്ടും കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ അടിപൊളി പടം, വെരി ഹാപ്പി. ലാലേട്ടൻ്റെ കുറേ ആൾക്ക് ശേഷം മനസ്സറിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. ജിത്തു ജോസഫിൻ്റെ മേക്കിംഗ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം. ഒരു കഥ ഫസ്റ്റ് തന്നെ നമുക്കറിയാം ആരാവില്ലെന്നുള്ളത്, പിന്നെ അത് കൊണ്ടുപോകുന്ന രീതി അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് മേക്കിംഗ് 2.5 മണിക്കൂർ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ ചെയ്തു. ആൻഡ് ലാലിനുള്ളൊരു സ്റ്റാർ അല്ല അത്, ലാലിനുള്ളൊരു ആക്ടറാണ് അത്. ആൻഡ് വെരി ഹാപ്പി. ആൻഡ് അനശ്വരയുടെ ആക്ടിങ് എടുത്തു വേണം, എല്ലാവരും നന്നായി ചെയ്യുന്നു. പക്ഷേ അനശ്വര ആൻഡ് സിദ്ദിഖ് നമുക്ക് പറഞ്ഞാൽ പൊട്ടിക്കാൻ സിദ്ദിഖ് തോന്നുന്നു. അത്ര ഹേറ്റഡ് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അനശ്വരയുടെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. ഹാൻഡ്സ് ഓഫ് ദം. ആൻഡ് ജിത്തു ജോസഫ് മേക്കിംഗ് ആണ് അതിൻ്റെ ഉപരി. BGMs ഒക്കെ നൈസായിരുന്നു. നമുക്ക് കോട്ടുണ്ടാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യാം, പക്ഷെ അതുണ്ടായിരുന്നില്ല. എൻഗേജിങ് ആയിട്ടാണ് പോയത്. എന്താ പറയുക, ഒരു സത്യം പറയാമല്ലോ, ലാലേട്ടൻ ഫാൻ റിലാൻ വെരി ഹാപ്പി. കാരണം നന്നായി കണ്ടായി. ആൻഡ് ലാലേട്ടനൊരു സ്റ്റാർ ഇല്ലാത്ത ലാലേട്ടനൊരു ആക്ടർ ഇൻ ഗോഡ്സ്. വെരി ഹാപ്പി, സന്തോഷമാണ്. ടെമ്പോലല്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടിരിക്കാൻ നല്ല രസം. ത്രില്ലറല്ല, അവർ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് നല്ല, പക്ഷേ നല്ല സ്റ്റോറിയും നല്ല കഥയാണ് ബേസിക്കലി. ബോറടിക്കുന്നില്ല, നമുക്ക് ഒരു ഘട്ടത്തിലും ബോറടിക്കില്ല. ലാലേട്ടൻ നന്നായിട്ട്, ലാലേട്ടൻ സിദ്ദിഖ് പിന്നെ അനശ്വര, ഒരു 3 പേരും സൂപ്പറായിട്ട്. വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണണം പടം. കോർട്ട് റൂമൊക്കെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടാലേ ഉള്ളൂ അത് കറക്റ്റായിട്ട് പിടികിട്ടുള്ളൂ. ലാലേട്ടൻ തകർത്തു, ഗംഭീരമായി. ജിത്തു ജോസഫിൻ്റെ അടുത്ത ദൃശ്യം തകർത്തു വാരി, ഒന്നും പറയാനില്ല. ഞങ്ങൾ പിള്ളേർ കൂടെ ഉണ്ട്. ഓക്കെ, ലാലേട്ടൻ്റെ പെർഫോമൻസ് തകർത്തു വാരി. തിരിച്ചുവരവ്, വമ്പൻ തിരിച്ചുവരവ്, ഇതൊന്നും പറയാനില്ല. പുള്ളിയുടെ പെർഫോമൻസ് വീണ്ടും തെളിച്ച് കണ്ടു 3-4 പടത്തിന് ശേഷം. സൂപ്പറായിട്ടുണ്ട് പടം. കണ്ടോ പറയുന്ന പോലെ തന്നെ വളരെയധികം ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ, അഭിനയിച്ച എല്ലാവരും നന്നായി. ലാലേട്ടന് തിരിച്ചുവരവൊന്നും പറയാനില്ല. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, ലാലേട്ടൻ ഇനിയൊന്നും തെളിയിക്കാനുമില്ല. പക്ഷേ നല്ലൊരു സംവിധായകനെ കയ്യിൽ കിട്ടിയ ലാലേട്ടന് എന്ത് ചെയ്യാനാവും. ക്ലൈമാക്സിലൊരു മൊമെൻ്റ് ഉണ്ട്, അതിനുവേണ്ടി രണ്ടാമതും കയറണം. അത്രയും നല്ല സിനിമയായിട്ടുണ്ട്. അനശ്വര ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് അനശ്വര കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള രീതിയിലല്ല പറയുന്നത്, നേരിന് പുറകെയുള്ള അന്വേഷണം. ആ പേര് പോലെ തന്നെ അതിഗംഭീരമായിട്ടുണ്ട് സിനിമ. ജിത്തു ജോസഫിൻ്റെ ഈ സിനിമയിലൂടെ ദൃശ്യം 2 തിയേറ്ററിൽ കാണാത്തതിൻ്റെ ഒരു വിഷമം ഈ സിനിമയിലൂടെ തീർന്നു. കഥ പറയുന്ന പോലെ ട്വിസ്റ്റുകളോ അങ്ങനെയൊന്നുമില്ല. ആദ്യം തന്നെ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷേ അതെങ്ങനെ ഒരു കോടതിയിൽ തെളിയിക്കുന്നുള്ള കോർട്ട് റൂം അകത്ത് നടക്കുന്ന സംഭവങ്ങളെ വളരെ നേരോടെ, വളരെ ഇമോഷൻ ഒട്ടും ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. നല്ല പടമായിരുന്നു. അടിപൊളി വളരെ നന്നായിട്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കോർട്ട് ഡ്രാമാസ്. അടിപൊളി. ഇങ്ങനത്തെ ഒരു